ഇന്ത്യൻ രൂപ സർവകലാ റെക്കോർഡ് തകർച്ചയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം എടുത്ത നടപടിയാണ് രൂപയുടെ വീഴ്ചയ്ക്ക് കാരണമായി പൊതുവെ പറയപ്പെടുന്നതും. ചൈനയുടെയും ബ്രസീലിന്റെയും കറൻസി മൂല്യം വളരെ കുറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ വലിയ ആശ്വാസമായിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രവാസികൾക്കാണ്. ഈ വേളയിൽ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഉയർന്ന മൂല്യം കിട്ടുകയും ചെയ്യും. ജനസംഖ്യ കൊണ്ടും സാമ്പത്തിക കരുത്തുകൊണ്ടും ലോകത്തെ വലിയ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരായിരുന്നു കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അംഗബലം കൂടുകയും ചെയ്തിട്ടുണ്ട്. GCC രാജ്യങ്ങൾക്കും പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും പ്രബല രാജ്യങ്ങൾക്കും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇവരുടെ നീക്കം സംശയത്തോടെ നോക്കുന്ന ട്രംപ് കഴിഞ്ഞ ദിവസം എടുത്ത നടപടി രൂപയ്ക്ക് വലിയ പണി കൊടുത്തുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ വ്യാപാരത്തിന് വേണ്ടി പുതിയ കറൻസി തയ്യാറാക്കുകയും അല്ലെങ്കിൽ അംഗരാജ്യങ്ങളിലെ കറൻസികളിൽ ഇടപാട് നടത്തുകയും എന്നൊക്കെയായിരുന്നു നടന്നിരുന്ന പ്രചരണങ്ങൾ. ഡോളറിന്റെ മേധാവിത്വം തകർക്കുന്ന ഈ നീക്കത്തിന് പിന്നിൽ ചൈനയും റഷ്യയുമാണ് എന്നാണ് അമേരിക്ക പ്രധാനമായും കരുതുന്നത്.